പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ 36-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ലോകത്തിലെ നാനാ ദേശങ്ങളിലും ഭാഗങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വരുന്ന ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 43 ദിവസം നീണ്ടു നിൽക്കുന്ന സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് എല്ലാ മഹത്വം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ സകല കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളുടെ നിമിഷങ്ങളിലൂടെ ദിവസങ്ങളിലൂടെ നമ്മൾ 43 ദിവസങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ സ്വർഗം തുടങ്ങിയ ശുശ്രൂഷയാണ്. ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ബൈബിൾ നമുക്ക് കരങ്ങളിലെടുക്കാം, തുറന്നു പിടിക്കാം. ശ്രദ്ധയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് വായിക്കാം, നമുക്ക് ധ്യാനിക്കാം. ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താൻ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും തരാൻ പറ്റാത്ത സ്നേഹം ദൈവത്തിന് തരാൻ കഴിയും. നമ്മളുടെ താഴ്ചയിലും തകർച്ചയിലും തളർച്ചയിലും സ്നേഹിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു. ആ ദൈവസന്നിധിയിൽ സ്നേഹത്തോട് നമുക്കായിരിക്കാം. ഗ്ലോറി. ജീസസ്. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും കർത്താവേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയാ കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഹോളി സ്പിരിറ്റ്. കർത്താവേ, അതിരുകളില്ലാതെ അളവുകളില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്ന് കർത്താവേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. മരണം വരെ കർത്താവേ, ഈ ലോകം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും മാറ്റി നിർത്തിയാലും ഒറ്റപ്പെടുത്തിയാലും കൈവിടാതെ മാറോടണയ്ക്കുന്ന നിത്യസ്നേഹമേ, ദൈവസ്നേഹമേ, നന്ദിയോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഗ്ലോറി ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഇന്ന് സ്നേഹത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എവിടെ സ്നേഹം കിട്ടുന്നോ അവിടേക്ക് ഈ ലോകം ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റാതെ മാതാപിതാക്കൾ തിരക്കിലാണ്.
വളരെയധികം ജോലിയിലാണ്. ജോലി ചെയ്ത് സമ്പത്തിന് വേണ്ടി മക്കളെ പോലും നോക്കാൻ കഴിയാതെ തിരക്കിൽപ്പെട്ട് ജീവിച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാകുന്നത്. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം തെറ്റായ സ്നേഹത്തിൽ മക്കൾ വീണുപോയി. സ്നേഹത്തിന് ഒരിക്കലും ഒരു നിർവചനവും കൊടുക്കാൻ കഴിയില്ല. ഒരപ്പൻ തൻ്റെ മകന് കൊടുക്കുന്ന ഗിഫ്റ്റ് അത് അപ്പൻ്റെ സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ അപ്പൻ മകനെ വഴക്ക് പറയുന്നതോ തല്ലുന്നതോ സ്നേഹമല്ലേ? നമ്മൾ പറയും സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന് ഒരിക്കലും ഒരു നിർവചനവും നമുക്ക് കൊടുക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഒരപ്പൻ ഒരു മകനോട് ഇങ്ങനെയാണ് തൻ്റെ സ്നേഹം കാണിക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമ്പോൾ അത് സ്നേഹമാണ്. എന്നാൽ നമ്മെ ശിക്ഷിക്കുമ്പോഴും നമ്മളെ തിരുത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പിതാവിന്, സ്വർഗത്തിലെ അപ്പന്, യേശുവിന് നമ്മളോട് വലിയ സ്നേഹമുള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മളെ തിരുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ നിറയപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ സ്നേഹം അനുഭവിച്ചാൽ മറ്റൊരു സ്നേഹം തേടി നമ്മൾ പോവില്ല. മരണം വരെ ഈ കർത്താവിന് വേണ്ടി നമ്മൾ നിലനിൽക്കും. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള തിരുവചനം. പഴയ നിയമങ്ങളുടെ പുസ്തകമാണ്, നമുക്ക് എല്ലാവർക്കും എടുക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ വചനം പറയുന്നു, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ അത് കൈപ്പേറിയ വിഷമാണ്. വചനം പറയുകയാണ്, കഷ്ടതയും അലച്ചിലും അത് ഒരിക്കലും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത നിറഞ്ഞ, വേദന നിറഞ്ഞ, വളരെയധികം ഞെരുക്കത്തിലൂടെ പോയ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയ തീച്ചൂളയുടെ അനുഭവമാണ് ആ ദിവസങ്ങൾ, ആ സമയങ്ങൾ. അതൊരിക്കലും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം അത് കൈപ്പേറിയ അനുഭവമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. സങ്കീർത്തനം പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഏത് കാര്യം? ആരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. ആരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട്. ആരും എന്നെ അറിഞ്ഞില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ കാര്യം നമ്മൾ ഓർക്കണം. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഈ ഭൂമിയിലേക്ക് അടിക്കുമ്പോൾ ഈ ഭൂമി മുഴുവൻ ആ പ്രകാശത്താൽ നിറയുന്നത് പോലെ ആ മോർണിംഗ് വൈബിലേക്ക് ഓരോ പ്രഭാതവും ഓരോ സമയവും മാറുന്നത് പോലെ തന്നെ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ മേലടിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ രശ്മികൾ, ദൈവകരുണയുടെ രശ്മികൾ, ഇത് നമ്മൾ റിസീവ് ചെയ്യണം, നമ്മളിത് സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും കർത്താവിൻ്റെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടണം. ഓരോ ദിവസവും കർത്താവിൻ്റെ കാരുണ്യത്താൽ നമ്മൾ നിറയപ്പെടണം. അത് നമ്മളെ വീണ്ടും ഉന്മേഷമുള്ളവരാക്കുന്നു, ഉത്സാഹമുള്ളവരാക്കുന്നു, തീഷ്ണതയുള്ളവരാക്കുന്നു. പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മുടെ മേൽ പകരുന്നു. അതുകൊണ്ടാണ് അനുദിനമുള്ള വിശുദ്ധ ബലിയിൽ അതിരാവിലെ
പങ്കെടുക്കണമെന്ന് പറയുന്നത്. അതിരാവിലെയുള്ള പ്രഭാത പ്രാർത്ഥനയാവട്ടെ, അതിരാവിലെയുള്ള വിശുദ്ധ ബലിയാവട്ടെ, നമ്മുടെ പേഴ്സണൽ പ്രെയർ ആവട്ടെ, എല്ലാം നമ്മളെ നവീകരിക്കുന്നതാണ്, നമ്മളെ പുതിയതാക്കുന്നതാണ്. കാരണം കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം അത് ഓരോ ദിവസത്തിലും പുതിയതാണ്. അടുത്ത വാക്യം പറയുകയാണ്, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കണ്ടോ, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും അവിടുന്ന് നല്ലവനാണ്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും ദൈവത്തിൻ്റെ മുൻപിൽ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹം വാങ്ങിയിട്ടേ പോകും. ഇന്ന് പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ 1-2 ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണം. അതിനുശേഷം നടന്നില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനയില്ല, പള്ളിയിൽ പോകുകയില്ല, ഒരു പരിപാടിയില്ല. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. കാത്തിരിക്കാനെന്ന് പലർക്കും ഭയങ്കരമായൊരു പ്രയാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം, എളിമയോടെ നമ്മൾ കാത്തിരിക്കണം. കാരണം കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ നിറയപ്പെടണം. കർത്താവിനെ കാത്തിരിക്കുന്നവർക്കും തേടുന്നവർക്കും അവിടുന്ന് നല്ലവനാണ്. ഈ സമർപ്പണ പ്രാർത്ഥനയെ പങ്കെടുത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കർത്താവ് നല്ലവനാണ്. എങ്ങനെയുള്ളവർക്ക്? കർത്താവിനെ കാത്തിരിക്കുന്നവർക്കും തേടുന്നവർക്കും. കാരണം കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പ്രിയപ്പെട്ട ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പുണ്യ കർത്താവേ, 36ാമത്തെ ദിവസത്തിലെ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷയിൽ ലോകമെമ്പാടുമുള്ള ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ, ഇവർക്ക് ആവശ്യമായത് അങ്ങ് ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിനോടുള്ള വിശ്വാസത്തിലും വിശ്വസ്തതയിലും നിറഞ്ഞ് കർത്താവിൻ്റെ തിരുമുൻപിലായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കർത്താവ്, നിൻ്റെ സ്നേഹത്താൽ, ഒരിക്കലും അസ്തമിക്കാത്ത നിൻ്റെ ആ പുതിയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷ നിങ്ങളെല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും അക്കൗണ്ടിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഈ ഷെയറിങ് ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തി അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുള്ളതാണ്. ഒപ്പം തന്നെ മെയ് 19 മുതൽ 22 വരെ നടക്കുന്ന വർക്ക് വിത്ത് ജീസസ് എന്ന യുവജന ധ്യാനത്തിലേക്ക് 8ാം ക്ലാസ് അതിന് മുകളിലുള്ള എല്ലാ യുവതീവാക്കന്മാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം വരുന്ന മെയ് 23 മുതൽ 26 വരെ നടക്കുന്ന 19ാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്ക് കുടുംബസമേതം ബ്രദർ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. സീറ്റുകൾ വളരെ ചുരുക്കം പേർക്കേ ഉള്ളതുകൊണ്ട് പെട്ടെന്നാവട്ടെ, ഇത് കാണുന്ന സമയം തന്നെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക. അത് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഈ ദിവസങ്ങളിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ ചൊരിയും. പ്രിയപ്പെട്ടവരെ, നാളെ വീണ്ടും പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി നമ്മൾ കാണും. അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവ് നടത്തി തരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.